സ്നേഹമുള്ളവരെ, നമ്മൾ ലോക്സഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ട അവസാനഘട്ട ഒരുക്കങ്ങളിലാണല്ലോ. അപ്പോൾ നാളെ എല്ലാവരും പോളിംഗ് ഡ്യൂട്ടിക്കായി പോകുന്നതിന് മുമ്പ് നമുക്ക് പോൾ ക്ലോസ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമ്മുടെ പോളിംഗ് സാമഗ്രികൾ കളക്ഷൻ സെന്ററിൽ തിരിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ കവറുകളും പാക്കറ്റുകളും ഒരുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഇപ്രാവശ്യം നമുക്ക് ഇലക്ഷനായി 6 പാക്കറ്റുകളാണ് തയ്യാറാക്കി നൽകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ലഭിക്കുന്ന പാക്കറ്റുകളുടെ മോഡലുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ 1, 2, 3, 4, 5, 6 അങ്ങനെ 6 പാക്കറ്റുകൾ കൃത്യമായി ഓരോ പാക്കറ്റിലും എന്തെല്ലാം കവറുകൾ വെക്കണമെന്നെല്ലാം ആ പാക്കറ്റിന് പുറത്ത് എഴുതിയിട്ടുണ്ട്. ഇതുപോലെയുള്ള 6 വലിയ പാക്കറ്റുകളാണ് നമുക്ക് ലഭിക്കുക. അതിനുള്ളിലാണ് നമ്മൾ ഫില്ല് ചെയ്യുന്ന ഫോമുകളും മറ്റു കാര്യങ്ങളും എല്ലാം ഇടേണ്ടത്. ഇതെല്ലാം പൂരിപ്പിക്കുന്നതിന് മുമ്പായി നമുക്ക് തലേ ദിവസം ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഫോംസുകളെല്ലാം ബുക്കായിട്ടാണ് ലഭിക്കുക. ആ ബുക്കുകളിൽ നമുക്ക് നമ്മുടെ ഡിസ്റ്റിങ്ഷൻ മാർക്ക് എല്ലാത്തിലും നമുക്ക് സീൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള കവറുകളുടെ പുറത്തും മറ്റും നമ്മൾ ആ സീലുകൾ വെക്കേണ്ടതാണ്. ഈ എല്ലാ കവറുകളിലും എഴുതേണ്ട കാര്യങ്ങൾ സെയിം ആണ്. ഫ്രം ഡാഷ് വിതിൻ ദ ഡാഷ് പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസി. അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് നമ്മുടെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പറും പേരുമാണ് എഴുതേണ്ടത്. രണ്ടാമത് എഴുതേണ്ടത് ഏത് പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്കാണ് ഇലക്ഷൻ നടക്കുന്നത് അതിന്റെ പേരാണ് രണ്ടാമത് എഴുതേണ്ടത്. അതിന് താഴെ നമ്മുടെ പോളിംഗ് സ്റ്റേഷന്റെ പേരും നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. ഇനി ഈ ഒന്നാമത്തെ കവറിന് EVM പേപ്പേഴ്സ് എന്നാണ് പറയുന്നത് പ്രാവശ്യം. ഇനി നമുക്ക് ഈ ഒന്നാമത്തെ പാക്കറ്റിൽ വെക്കേണ്ട കവറുകളെ പറ്റി നോക്കാം. അതിൽ ഒന്നാമത്തെ എൻവലപ്പിൽ വരുന്നത് 17C ഒരു കോപ്പിയാണ്. നമ്മൾ അക്കൗണ്ട് ഓഫ് വോട്ട്സ് നമ്മൾ ഒന്നിലധികം കോപ്പികൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫോമാണ് 17C. നമ്മുടെ പോളിംഗ് ഏജൻസിന് കൊടുക്കേണ്ടതാണ്. അവർ കൗണ്ടിങ്ങിന് വരുമ്പോൾ കൊണ്ടുവരേണ്ട ഫോമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഫോമാണ്. ഈ ഫോമാണ് ആദ്യത്തെ എൻവലപ്പിൽ നമ്മൾ വെക്കേണ്ടത്. രണ്ടാമത്തെ എൻവലപ്പിൽ നമ്മുടെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ടിന്റെ 1, 2 and 3 പാർട്ടുകളാണ് വെക്കേണ്ടത്. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ടിന് 5 പാർട്ടുകളുണ്ട്. അതിൽ 1, 2, 3 പാർട്ടുകളാണ് നമ്മൾ EVM പേപ്പേഴ്സിൽ വെക്കേണ്ടത്. 4ഉം 5ഉം നമ്മൾ സെക്ടറൽ ഓഫീസർമാർ നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുമെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. 1, 2, 3 ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒന്നാമത്തെ കവറിനൊപ്പം കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ രാവിലെ മോക്ക് പോളിന് ശേഷം നമ്മൾ മെഷീനിൽ നിന്നെടുത്ത VVPAT നിന്നെടുത്ത സ്ലിപ്പുകൾ ഒരു ബ്ലാക്ക് കവറിലിട്ട് പിങ്ക് പേപ്പർ സീല് വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടാവും രാവിലെ തന്നെ. അതാണ് ഈ കവറിൽ വെക്കേണ്ട മൂന്നാമത്തെ ഒരു ഐറ്റം. ഈ 17C പോലെയുള്ള ഫോമുകൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തലേദിവസം നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് പോളിംഗ് കഴിഞ്ഞതിന് ശേഷം ഫില്ല് ചെയ്യാനായിട്ടുണ്ടാവുള്ളൂ. ടോട്ടൽ വോട്ടേഴ്സ്, വോട്ട് ചെയ്ത ആളുകളുടെ എണ്ണം, മെയിൽ എത്ര, ഫിമെയിൽ എത്ര, ഇതുപോലെയുള്ള ചില നിസ്സാര കാര്യങ്ങൾ ഒഴിച്ച് മറ്റെല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് തലേദിവസം തന്നെ ഫില്ല് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് സ്ഥാനാർത്ഥിയുടെ പോളിംഗ് ഏജന്റുമാരെ കൊണ്ട് നമുക്ക് സൈൻ ചെയ്യിക്കേണ്ടതായിട്ടുണ്ട് 17C ഫോമിലെല്ലാം. അപ്പോൾ അതുകൊണ്ട് നമ്മളത് മുന്നേ കൂട്ടി തയ്യാറാക്കി വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ടിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തലേദിവസം ഫില്ല് ചെയ്ത് വെക്കാം. നമ്മൾ മോക്ക് പോൾ ചെയ്യാനായിട്ട് നമുക്കൊരു പ്ലാൻ ഉണ്ടാവും. ഒരു കാൻഡിഡേറ്റിന് എത്ര വോട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന്. അത് വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാവുന്നതാണ്. അത് ടാലി ആവുന്നതിനനുസരിച്ച് അവരെ കൊണ്ട് നമുക്കത് സൈൻ ചെയ്ത് വാങ്ങാവുന്നതുമാണ്. അടുത്തതായി നമുക്ക് രണ്ടാമത്തെ പാക്കറ്റ് നോക്കാം. സ്ക്രൂട്ടിനി ഡോക്യുമെന്റ്സ് എന്നാണ് രണ്ടാമത്തെ പാക്കറ്റിനെ പറയുന്നത്. ഈ രണ്ടാമത്തെ പാക്കറ്റിനുള്ളിൽ 4 കവറുകൾ, 4 എൻവലപ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ എൻവലപ്പിലാണ് നമ്മൾ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറി സൂക്ഷിച്ചു വെക്കുന്നത്. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറി നമ്മുടെ പോളിന്റെ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു ഡോക്യുമെന്റ് ആണ്. അപ്പോൾ നമ്മളത് പീരിയോഡിക്കലായിട്ട് അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പോളിംഗ് കഴിയുന്ന സമയത്ത് തന്നെ നമുക്കത് സൈൻ ചെയ്ത് നമ്മുടെ ഈ ഫസ്റ്റ് എൻവലപ്പിൽ ഇടാവുന്നതാണ്. രണ്ടാമത്തെ എൻവലപ്പിൽ നമ്മുടെ സെക്കൻഡ് പോളിംഗ് ഓഫീസർ ആളുകൾ വോട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിരുന്ന വോട്ടേഴ്സ് രജിസ്റ്റർ 17A ബുക്കാണ് ഉണ്ടാവുക. ആ ബുക്കാണ് നമ്മൾ രണ്ടാമത്തെ എൻവലപ്പിൽ ഇടുന്നത്. അവസരമായിട്ടുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ വരാണെങ്കിൽ അവരുടെ സഹായി ഫിൽ ചെയ്ത് വെക്കേണ്ട ഒരു ഫോം ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. എത്ര പേര് ഇതുപോലെ വോട്ട് ചെയ്തെന്നുള്ളൊരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കണം. ഈ 2 കാര്യങ്ങളുമാണ് നമ്മൾ മൂന്നാമത്തെ എൻവലപ്പിൽ വെക്കേണ്ടത്. നാലാമത്തെ എൻവലപ്പിലാണ് വിസിറ്റ് ഷീറ്റ് വെക്കേണ്ടത്. വിസിറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ വിസിറ്റ് ചെയ്യുന്ന
ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥരുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ അതിൽ വെക്കേണ്ടത്. നമ്മുടെ സെക്ടറൽ ഓഫീസർമാർക്ക് വേണമെങ്കിൽ അതിൽ ഒരു പ്രാവശ്യം സൈൻ ചെയ്യാം. അതുപോലെ തന്നെ മറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ബാഡ്ജുള്ള ഉദ്യോഗസ്ഥരാരെങ്കിലും നമ്മുടെ പോളിംഗ് പ്രോസസ് നിരീക്ഷിക്കുന്നതിനായിട്ട് വരുന്നുണ്ടെങ്കിൽ അവരെല്ലാം ഒപ്പുവെക്കേണ്ട ഒരു ഷീറ്റാണത്. ആ ഷീറ്റ് നമുക്ക് രണ്ടാമത്തെ പാക്കറ്റിലെ 4ാമത്തെ എൻവലപ്പിലാണ് വെക്കേണ്ടത്. 3ാമത്തെ പാക്കറ്റിനെ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി കവർ എന്നാണ് പറയുന്നത്. ഈ സ്റ്റാറ്റ്യൂട്ടറി കവറിൽ നമുക്ക് 5 എൻവലപ്പുകളാണ് വെക്കാനായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഉപയോഗിച്ചിരുന്ന നമ്മൾ ക്രോസ് മാർക്ക് വയ്ക്കുകയും ചെയ്ത് സ്ത്രീകളുടെ സർക്കിൾ ചെയ്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന മാർക്ക്ഡ് കോപ്പി ഓഫ് ഇലക്ടർ റോളാണ് വെക്കേണ്ടത്. അതുപോലെ തന്നെ CSV വോട്ടേഴ്സിന്റെ ലിസ്റ്റ് നമുക്ക് അതോടൊപ്പം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റും നമ്മൾ ഇതിലാണ് വെക്കേണ്ടത്. 1ാമത്തെ എൻവലപ്പിലാണ് വെക്കേണ്ടത്. 2ാമത്തെ എൻവലപ്പിൽ നമ്മൾ വോട്ടേഴ്സിനെ സെക്കൻഡ് പോളിംഗ് ഓഫീസർ ഇഷ്യൂ ചെയ്ത് തേർഡ് പോളിംഗ് ഓഫീസർ വാങ്ങി വെച്ചിരുന്ന വോട്ടേഴ്സ് സ്ലിപ്സ് ആണ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ ഈ വോട്ടേഴ്സ് സ്ലിപ്സ് 50 കെട്ടുകളാക്കിയിട്ടാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അത് ഓരോ കെട്ട് കഴിയുമ്പോഴും നമ്മൾ ഈ കവറിലേക്ക് വെക്കുകയാണെങ്കിൽ നമുക്കത് സുഖമായിട്ട് അത് വെക്കാനായിട്ട് സാധിക്കും. ഓരോന്ന് ഡിറ്റാച്ച് ചെയ്തിട്ടാണെങ്കിൽ നമുക്കതെല്ലാം കൂടി വാരി കെട്ടി ഈ കവറിൽ വെക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ അവർ തരുന്ന പാക്കറ്റ് ഈ വോട്ടേഴ്സ് സ്ലിപ്സ് എല്ലാം കൊള്ളാനുള്ളൊരു സൈസ് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതെല്ലാം ബണ്ടിലാക്കി ഒരു ബ്രൗൺ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് അതിന്റെ മുകളിൽ ഈ കവർ വെച്ച് കെട്ടാണ് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യാറ്. 3ാമത്തെ എൻവലപ്പിനകത്ത് നമ്മൾ കൊടുക്കേണ്ടത് ടെൻഡേഡ് ബാലറ്റ് പേപ്പേഴ്സ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉപയോഗിച്ച ടെൻഡേഡ് ബാലറ്റ് പേപ്പറുകൾ ഓരോന്നും സെപ്പറേറ്റ് കവറിലാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള കവറുകളും അതോടൊപ്പം തന്നെ ഫോം 17B ആരൊക്കെയാണ് ടെൻഡേഡ് വോട്ട് ചെയ്തത് ആ ലിസ്റ്റുമാണ് നമ്മൾ വെക്കേണ്ടത്. 4ാമത്തെ പാക്കറ്റിൽ നമ്മൾ വെക്കേണ്ടത് ഉപയോഗിക്കാത്ത ടെൻഡേഡ് ബാലറ്റ് പേപ്പേഴ്സ് ആണ്. നമുക്ക് തന്നിട്ടുള്ള ടെൻഡേഡ് ബാലറ്റ് പേപ്പേഴ്സിൽ 1-2 ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിച്ച് ബാക്കിയുള്ളത് വെക്കാനുള്ള കവറാണ് 4ാമത്തെ കവറ്. 5ാമത്തെ കവറിൽ നമ്മൾ വെക്കേണ്ടത് ചാലഞ്ച്ഡ് വോട്ട്സിന്റെ ലിസ്റ്റാണ്. നമ്മുടെ ഏതെങ്കിലും പോളിംഗ് ഏജൻസ് ആരെങ്കിലും വോട്ട് ചെയ്യാൻ വരാണെങ്കിൽ അത് ചാലഞ്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചാലഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതിയിട്ടുള്ള ഫോം 14 ആണ് നമ്മൾ അവസാനത്തെ സ്റ്റാറ്റ്യൂട്ടറി കവറിൽ വെക്കേണ്ടത്. ഈ ആദ്യത്തെ 3 കവറുകളിൽ വരുന്ന പാക്കറ്റുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഫസ്റ്റ് കവറിൽ പറഞ്ഞ പിങ്ക് പേപ്പർ സീൽ ഉപയോഗിച്ച് സീൽ ചെയ്യുന്ന ആ ബ്ലാക്ക് കവർ ഒഴികെ മറ്റ് കവറുകളൊന്നും നമ്മൾ പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് സീൽ ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് നമ്മൾ കറക്റ്റ് ഡോക്യുമെന്റ് തന്നെയാണോ കവറുകളിൽ വെച്ചതെന്ന് വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പിങ്ക് പേപ്പർ സീലുള്ളത് നമുക്ക് പോളിംഗ് ഏജൻസിന്റെ സാന്നിധ്യത്തിൽ അത് സീൽ ചെയ്യേണ്ടതാണ്. അത് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ആ എൻവലപ്പിലാക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അവരവിടെ ചെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അവർ പറയുന്നതിനനുസരിച്ച് നമുക്ക് ഗമ്മ് വെച്ചൊട്ടിച്ച് നമുക്കത് സീൽ ചെയ്യേണ്ട കവറുകൾ സീൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഉചിതം. അത് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് പറയുന്നത്. എന്നാൽ ഇതാണ് നമുക്ക് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഇനി മുന്നേ കൂട്ടി സീൽ ചെയ്ത് ഒട്ടിച്ച് പോയി കഴിഞ്ഞാൽ അവരവിടെ ചെന്ന് അത് ഉള്ളിൽ എന്താണെന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ അത് കവർ കീറി നമ്മൾ രണ്ടാമത് അത് സീൽ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഈ ആദ്യത്തെ 3 കവറിലുള്ളതിൽ ആ പിങ്ക് പേപ്പർ സീൽ വെച്ച് സീൽ ചെയ്യേണ്ട കവർ ഒഴിച്ച് മറ്റു കവറുകളെല്ലാം നമ്മൾ കളക്ഷൻ സെന്ററിൽ തിരിച്ചേൽപ്പിച്ചതിന് ശേഷം അവർ വെരിഫൈ ചെയ്തതിന് ശേഷം സീൽ ചെയ്യായിരിക്കും കുറച്ചും കൂടി നല്ലത്. നമുക്കറിയാനായിട്ട് കഴിഞ്ഞത് നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ബുക്ക്ലെറ്റ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ബുക്ക് നമുക്ക് കിട്ടും. 3-4 ബുക്കുകളായിട്ടാണ് ഇപ്രാവശ്യം ഫോമുകൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള ബുക്കുകളിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫോമുകളും ഉണ്ടാവുക. സ്റ്റാറ്റ്യൂട്ടറി ഫോംസ് എല്ലാം ഒരു വൈറ്റ് കവറുള്ള ബുക്കിലും നോൺ സ്റ്റാറ്റ്യൂട്ടറി ഫോംസ് യെല്ലോ കളറിലുള്ള ബുക്കിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ബുക്കുകൾ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യായിരിക്കും നല്ലത്. നമുക്ക് എഴുതാനും സീൽ വയ്ക്കാൻ എല്ലാ കാര്യത്തിനും അതാണ് നല്ലത്. നമ്മൾ അവസാന സമയത്ത് ഒരു 5 മണിക്ക് ശേഷം നമ്മളത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻവലപ്സിൽ കീറിയിടുന്നതായിരിക്കും നല്ലത്.